ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മന്ത്രി, എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. മിനിസ്റ്റർ ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ സർക്കാരും ഒക്കെ പ്രത്യേകിച്ച് ഈ പൊതുസുരക്ഷയുടെ കാര്യത്തിലൊക്കെ ഈ പൊതുശുചീകരണത്തിന്റെ കാര്യത്തിലൊക്കെ അഭിമാനകരമായ നേട്ടവും ഒക്കെയിലും എത്തി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ചോദ്യങ്ങളുമുണ്ട്. പക്ഷേ അതിന് മുൻപ് ആദ്യം തന്നെ ഞാൻ പോകുന്നത് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തു വരുന്ന മണിക്കൂറുകൾ കൂടിയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഇന്നിപ്പോൾ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ, അതായത് വീടുകൾ കേന്ദ്രീകരിച്ച് നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ മാത്രം രണ്ട് ബൂത്തുകളിൽ മാത്രം നടത്തിയ അന്വേഷണത്തിൽ 54 വോട്ടുകൾ അധികമായി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. ഗുരുതരമല്ലേ മിനിസ്റ്റർ ഈ സാഹചര്യം? തീർച്ചയായിട്ടും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം, ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള വസ്തുതകൾ, ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, ഇതെല്ലാം വളരെ ഗൗരവമുള്ളതാണ്. ജനാധിപത്യത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയും സുതാര്യതയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെയും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി പൊതു ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ വീടുകളിലെ ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നവർക്ക് വസ്തുനികുതിയിൽ 5% നികുതി ഇളവ് ഉൾപ്പെടെ സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിലടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അടുത്തൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയാണ് നമ്മുടെ സംസ്ഥാനം. ആളുകളിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ് മിനിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട്? മികച്ച പ്രതികരണമാണ്. ജനങ്ങളുടെ കൂടി പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഈ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ ശരിയാണ്, അത്ര പിന്തുണ ഉണ്ടായിരുന്നു എന്ന് പറയാനാവില്ല. എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹരിതകർമ്മസേന വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ വലിയ എതിർപ്പായിരുന്നു. ഇപ്പോൾ 2 വർഷം മുമ്പ് വരെ നമുക്ക് വെറും 30% മാത്രമാണ് ഈ ഹരിതകർമ്മസേനയുടെ കവറേജ് എത്തിക്കാൻ കഴിയും, ബ്രഹ്മപുരം തീപിടുത്തത്തിന് മുമ്പുള്ള സ്ഥിതി നോക്കിയാൽ. എന്നാൽ അതിനുശേഷം സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ നിരന്തരമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒപ്പം നിയമ ഭേദഗതികളും എല്ലാം ചേർന്ന് വലിയ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങളിപ്പോൾ അതിനെ സ്വീകരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് 95% വീടുകളിൽ നിന്നും, നമ്മൾ ഡിജിറ്റലായിട്ടാണല്ലോ അത് നോക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കൃത്യമാണ് കണക്ക്. 95% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട്. 2024-25 ശേഖരിച്ച അജൈവ പാഴ്വസ്തുക്കളുടെ അളവ് 1,52,000 ടണ്ണായിരുന്നു. 2 വർഷം മുമ്പ് 30,000 ടൺ മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്നാണ് 1,52,000 ടണ്ണായിട്ടത് വർദ്ധിച്ചത്. അപ്പോൾ ആളുകളുടെ സഹകരണം, പിന്തുണ ഉണ്ട് എന്നുകൂടിയാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഹരിതകർമ്മസേന ഇങ്ങനെ ശേഖരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ടൺ മാലിന്യം മുഴുവൻ കേരളത്തിലെ പൊതുസ്ഥലത്ത്, പാടത്ത്, പറമ്പിൽ, ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടുമായിരുന്നു എന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ എത്ര വലിയ ഒരു ശുചിത്വ സൈന്യമായിട്ടാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത് എന്നുകൂടി അത് വ്യക്തമാക്കുന്നു. തീർച്ചയായും. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ പിഴയും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ മിനിസ്റ്റർ? ഇപ്പോൾ ഹരിതകർമ്മസേനയെ കുറിച്ച് പഠിക്കുന്നു. പറഞ്ഞോളൂ മിനിസ്റ്റർ. അപ്പോൾ തമിഴ്നാട് കേരള മാതൃകയിൽ മാലിന്യമുക്ത തമിഴ്നാട് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിൻ്റെ അതേ മാതൃകയിൽ ക്ലീൻ കേരള കമ്പനിയെപ്പോലെ ക്ലീൻ തമിഴ്നാട് കമ്പനി രൂപീകരിച്ചിരിക്കുന്നു. പിഴയുടെ കാര്യം പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ 5 മാസം കൊണ്ട് ജനുവരി മുതൽ ജൂൺ വരെ ചുമത്തിയ പിഴ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 9.55 കോടിയാണ് മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നതിനെതിരായി. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ്. ഈ പിഴ ചുമത്തുന്നതും ഒരർത്ഥത്തിൽ ബോധവൽക്കരണം കൂടിയാണ്. പിഴ ചുമത്തുന്നു, അതിൻ്റെ വാർത്ത വരുന്നു ഒക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക് ഈ പ്രവണതയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു മനോഭാവം വളർന്നു വരും. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ആണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഉദാഹരണമാണ് ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിപ്പ് ഈ വർഷം കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കൊച്ചി ഒരു വലിയ ഉദാഹരണമാണ്. കൊച്ചി മാത്രമല്ല, തിരുവനന്തപുരം മുതൽ മട്ടന്നൂർ വരെ
കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്ക് വരെ എല്ലാ നഗരസഭകൾക്കും, ഇത് നഗരസഭകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റാങ്കിങ്, നഗരസഭകളും വലിയ കുതിപ്പാണ് കൈവരിച്ചത്. കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയ ഏറ്റവും വലിയ റാങ്ക് 1370 എന്നാൽ ഇത്തവണ ഇന്ത്യയിലെ വിവിധ കാറ്റഗറികളിൽ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളിൽ 8 എണ്ണം കേരളത്തിൽ നിന്നാണ്. വലിയ മാറ്റമാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം 1370 ഏറ്റവും വലിയ റാങ്കെങ്കിൽ ഇത്തവണ 93-ൽ 82 നഗരസഭകളും 1000-ൽ താഴെ എത്തി. ഇപ്പോൾ കൊച്ചിക്കൊക്കെ ഉണ്ടായ കുതിപ്പ് വളരെ വലിയ കുതിപ്പാണ്. 50-ാം സ്ഥാനത്ത് എത്താൻ കൊച്ചിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ കൊച്ചിക്ക് ആകെ കിട്ടിയത് 1818 മാർക്കാണ്. ഇത്തവണ 8000-ലധികം മാർക്ക് കൊച്ചിക്ക് കിട്ടി. തീർച്ചയായും മിനിസ്റ്റർ, നമുക്ക് അഭിമാനിക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഹരിതകർമ്മ സേന അവരുടെ പ്രവർത്തനം, അവർ വീട്ടിൽ വന്ന് ഇപ്പോൾ നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം ഈ ആഴ്ച ഇപ്പോൾ വീട്ടിൽ വരും, അപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് വെച്ചേക്കണം. നമ്മുടെ ഒരു ടെൻഷനേ ഇല്ല ഇതൊക്കെ എവിടെ കൊണ്ടുപോയി കളയണം എന്നൊരു കാര്യം. അത് പൂർണ്ണമായിട്ട് മാറി. അവർ വന്ന് കൃത്യമായി അതെല്ലാം കൊണ്ടുപോകുന്നു. ഒരു 50 രൂപ കൊടുത്താൽ പിന്നീട് ആ ഒരു പ്രശ്നമേ വരുന്നില്ല. അത് ഭയങ്കര നല്ലൊരു മൂവായിരുന്നു ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ. ഒരു തരത്തിൽ നമുക്ക് അത് തീർച്ചയായും അഭിനന്ദനാർഹവുമാണ്. മിനിസ്റ്റർ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ബ്രഹ്മപുരം അതേപോലെ തന്നെ വിളപ്പിൽശാലയൊക്കെയും മാലിന്യ നിർമ്മാർജ്ജനം നടത്തി നമ്മുടെ നാടിന് മാതൃകയായതാണ്. പലയിടത്തും പക്ഷേ ഇപ്പോഴും മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഇപ്പം റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറയും. പക്ഷേ എവിടെ മാലിന്യം നിക്ഷേപിക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു ബോർഡ് കാണാറേയില്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ മിനിസ്റ്റർ, ഇപ്പം നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്ന മരട്, ഞാൻ താമസിക്കുന്ന കുമ്പളം ഗ്രാമപഞ്ചായത്ത്, ഇവിടെയൊക്കെ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും മാലിന്യം, അതായത് ഫുഡ് വേസ്റ്റ്, അത് എവിടെ കളയണമെന്നറിയില്ല. അവിടെ ഒരു ഫുഡ് വേസ്റ്റ് എടുക്കാനായി അവിടെ ഒരു സജ്ജീകരണവും ഇല്ല. ആളുകളൊക്കെ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുകയാണ്. ഈ നദികളുടെയും ആറുകളുടെയും തോടുകളുടെയും ഒക്കെയും വക്കിൽ ഉപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആളുകളോട് പറയാൻ പറ്റില്ല, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയി മാലിന്യം ഇടരുതെന്ന് കണ്ടാൽ പോലും പറയാൻ പറ്റില്ല. കാരണം എവിടെ കൊണ്ടിടണം എന്ന കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയില്ല. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല. മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാം എന്ന തരത്തിൽ ഒരു സംവിധാനത്തെക്കുറിച്ച് കൂടി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല മിനിസ്റ്ററെ? അല്ല, ഭക്ഷ്യമാലിന്യം എവിടെയെങ്കിലും പൊതുസ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റില്ല. അതാണ് ഉറവിടത്തിൽ സംസ്കരിക്കേണ്ടത്. ഇതിൽ അടിസ്ഥാന തത്വം മാലിന്യ സംസ്കരണത്തിൻ്റെ ലോകമാകെയുള്ളൊരു അടിസ്ഥാന തത്വം, ഭക്ഷ്യമാലിന്യം നമ്മൾ ലോകാകെ എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ നമ്മൾ പാലിച്ചു വരുന്നത് ഭക്ഷ്യമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക. അതുപോലെ ലോകമാകെ പാലിക്കുന്നൊരു തത്വം എന്താണെന്ന് വെച്ചാൽ മാലിന്യം തരംതിരിക്കുക എന്നതാണ്. ഇപ്പോൾ പല വികസിത രാജ്യങ്ങളിലും ഇത് 6ആയിട്ടാണ് തരംതിരിക്കുന്നത്. 6ആയി തരംതിരിക്കണമെന്നാണ് വ്യവസ്ഥ. ജൈവവും അജൈവവും മാത്രമല്ല, അതിൽ തന്നെ റീസൈക്കിൾ ചെയ്യാവുന്നത്, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത്, പലതരത്തിൽ പ്ലാസ്റ്റിക്, മറ്റ് ഇതര മാലിന്യങ്ങൾ. അപ്പം 6 തരം സെഗ്രിഗേഷൻ, തരംതിരിക്കൽ ഇപ്പോൾ ജപ്പാനിലും യൂറോപ്പിലും ഒക്കെ പ്രീ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവർ ഈ നേട്ടത്തിലേക്കൊക്കെ എത്തുന്നത് നമ്മൾ കാണണം. അപ്പോൾ ആ തരംതിരിക്കലാണ് വേണ്ടത്. ഭക്ഷ്യമാലിന്യം കേരളത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന സമീപനം കഴിയുന്നതും ഉറവിടത്തിൽ സംസ്കരിക്കുക. അങ്ങനെ സംസ്കരിക്കാവുന്നതേ ഉള്ളൂ. നിഷ്പ്രയാസം സംസ്കരിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ എത്രയോ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ പേരും താമസിക്കുന്ന ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റിലും ഒക്കെയാണ്. അപ്പോൾ അവിടെ ഒരു മാലിന്യ സംസ്കരണത്തിന് ഒരു സ്ഥലമില്ല. നോക്കൂ, ഫ്ലാറ്റിലും ചെയ്യാം. നോക്കൂ, അല്ലല്ല, അത് ശരിയല്ല. ഫ്ലാറ്റിലും ചെയ്യാം. ഒരു കിച്ചൺ ബിൻ വാങ്ങി വെച്ചാൽ മതി. ബയോബിന്നുകൾ നഗരസഭകൾ ഇഷ്ടംപോലെ വിതരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ബയോബിന്നുകൾ കൊച്ചിയിലൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ പ്രത്യേക മേള തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഇതെവിടെ കിട്ടുമെന്നറിയാതെ ആളുകൾ വലയണ്ട എന്നതുകൊണ്ട് ബയോബിന്നുകൾ വാങ്ങി സ്ഥാപിച്ചാൽ വീട്ടിലെ അടുക്കളയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊച്ചിയിൽ എനിക്കറിയാം. ഞാൻ കൊച്ചിയിൽ അന്ന് ബ്രഹ്മപുരത്തിന് ശേഷം ഒരാഴ്ച പോയി താമസിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്. കൊച്ചിയിലും തൃപ്പൂണിത്തറയിലുമൊക്കെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഈ ബയോബിൻ, മനോഹരമായ ബയോബിൻ വെച്ച് അവിടെ വീട്ടിലെ ഭക്ഷ്യമാലിന്യം സംസ്കരിക്കുന്ന ആളുകളുണ്ട്. ഒരു ദുർഗന്ധം ഉണ്ടാവില്ല. കണ്ടാൽ നമുക്ക് എന്തോ ഒരു അലങ്കാര വസ്തുവാണെന്നാണ് തോന്നുക. ഞാൻ അങ്ങനെ പല വീടുകളിലും പോയി കണ്ടിട്ടുണ്ട്. ഒരു വീട്ടമ്മ, അവർ ഒരു ആയുർവേദ ഡോക്ടറാണ്. അവർ കൊണ്ടുപോയിട്ട് അവരുടെ വീടിൻ്റെ സ്വീകരണ മുറിയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അത് തുറന്നാൽ പോലും ഒരു ദുർഗന്ധമില്ല. അത് നമുക്ക് വളമാക്കി മാറ്റാം. ആ വളം അവിടെ ചെടികൾക്ക് ഉപയോഗിക്കും. മറിച്ചുകൊണ്ട് ഈ കിച്ചൺ ബിൻ വിതരണം ചെയ്തിട്ട് ഇത് എന്തിനു ഉപയോഗിക്കണമെന്ന് ധാരണയില്ലാതെ അത് ചെടിച്ചട്ടിയാക്കി മാറ്റിയവരുണ്ട്. അത് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ ചെടി വെക്കാൻ ഉപയോഗിച്ചവരുമുണ്ട്. അപ്പോൾ ഇത് ഉറവിടത്തിൽ സംസ്കരിക്കാൻ കഴിയില്ല കൊച്ചിയിൽ പോലൊരു നഗരത്തിൽ എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു കാര്യം കൂടി ശരിയാണ്, കൊച്ചി അതിവേഗത്തിൽ വളരുന്ന നഗരമാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് നമ്മൾ എത്ര നിഷ്കർഷിച്ചാലും പൂർണ്ണമായിട്ട് ഉറവിടത്തിൽ സംസ്കരിക്കാവുന്നതാണെങ്കിലും സംസ്കരിക്കണമെന്നില്ല.
ഉറവിടത്തിൽ സംസ്കരിക്കാവുന്നതേ ഉള്ളൂ ഇത്, പക്ഷേ സംസ്കരിക്കണമെന്നില്ല. അപ്പം അതുകൂടി കണക്കിലെടുത്ത് ഇതാ കൊച്ചി നഗരത്തിൽ പ്രതിദിനം 150 ടൺ ജൈവ മാലിന്യം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന 90 കോടി രൂപയുടെ പ്ലാന്റ് പണി കഴിഞ്ഞു. ട്രയൽ റൺ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മാസം അവസാനമോ സെപ്റ്റംബർ ആദ്യവാരമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. BPCL സഹായത്തോടു കൂടിയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഭൂമി കൊടുത്തു, BPCLുമായി ചേർന്ന് അവർ പ്ലാന്റ് നിർമ്മിച്ചു. റെക്കോർഡ് വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം ആ തീരുമാനമെടുക്കുകയും അതിപ്പോൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. 150 ടണ്ണിൻ്റെ പ്ലാന്റ് വരികയാണ്. അപ്പോൾ ഭക്ഷ്യമാലിന്യത്തിൻ്റെ പ്രശ്നം പിന്നെ ആ ചോദ്യം വരുന്നില്ല. അത് നമുക്ക് ഈ പ്ലാന്റിൽ കൊണ്ടുപോയി CBG ആക്കി മാറ്റാം. CBG BPCL തന്നെ ഉപയോഗിക്കും. അവർക്ക് ആവശ്യമുള്ളതാണ് കംപ്രസ് ബയോഗ്യാസ്. അത്തരം പ്ലാന്റ് കൊച്ചിയിൽ പണി പൂർത്തിയായി. 2-3 മാസത്തിനുള്ളിൽ 200 ടണ്ണിൻ്റെ പ്ലാന്റ് നമ്മുടെ പാലക്കാട്ട് പണി പൂർത്തിയാവും. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പണി പൂർത്തിയാവും. കോഴിക്കോട്ട് അത്തരം പ്ലാന്റ് 150 ടണ്ണിൻ്റെ സ്ഥാപിക്കാനുള്ള MOU കഴിഞ്ഞ 28-ാം തീയതി ഒപ്പുവെച്ചു. സമാനമായ പ്ലാന്റിനി തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ എന്നിവിടെ ചങ്ങനാശ്ശേരി ഇത്രയും സ്ഥലങ്ങളിൽ കൂടി വരികയാണ്. അപ്പോൾ കേരളത്തിൽ 7 ഈ ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള വൻകിട പ്ലാന്റുകൾ കൂടി വരികയാണ്. നമ്മുടെ ഭാവിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത് വരുന്നത്. അതോടുകൂടി നമുക്ക് ഈ ജൈവമാലിന്യം സംസ്കരിക്കുക എന്ന വെല്ലുവിളി നമുക്ക് പരിഹരിക്കാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പഠനം നടത്തിയപ്പോൾ 26% വീടുകളിലാണ് കേരളത്തിൽ 26% വീടുകളിലാണ് ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുന്നത്. ഉറവിടത്തിൽ യഥാർത്ഥത്തിൽ അത് കൂടുതൽ വീടുകളിൽ കഴിയുന്നതാണ്. ഒരു 80-90% വീടുകളിലും അതിന് ബുദ്ധിമുട്ടുള്ളതല്ല. പക്ഷെ നമുക്ക് ആ ബോധത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം മാത്രം മതിയാവില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൻകിട പ്ലാന്റുകൾ കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിലൊന്നായി, രണ്ടാമത്തേത് ഉടനാവും, ബാക്കിയുള്ളതിന് നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കും. ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാനിറ്ററി വേസ്റ്റ്, ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ തുടങ്ങിയിട്ടുള്ള സാനിറ്ററി വേസ്റ്റ്, അപകടകരമായിട്ടുള്ള വേസ്റ്റ്, അത് പലപ്പോഴും ഇപ്പോൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ വെള്ളത്തിലുമൊക്കെ എത്തിച്ചേരുന്ന സ്ഥിതിയാണുള്ളത്. അത് പൂർണ്ണമായും കേരളത്തിൽ ഉണ്ടാകുന്ന സാനിറ്ററി വേസ്റ്റ് പൂർണ്ണമായും സംസ്കരിക്കാൻ ഉള്ള പ്ലാന്റുകൾ നമുക്ക് 5 മാസത്തിനുള്ളിൽ സ്ഥാപിക്കാനാവും. ഓക്കെ മിനിസ്റ്റർ, ഇനിയിപ്പോൾ ഞാൻ ഈ മറ്റ് വിഷയങ്ങളിലേക്കൂടെ പോകണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ ചർച്ചയാകുന്നത് ഈ ബെഫ്കോയുടെ പുതിയ നീക്കമാണ്. എടുത്തുചാടി ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് തന്നെ പറയുമ്പോഴും ഓൺലൈൻ സേവനം വരുമോ ബെഫ്കോയിൽ ഭാവിയിലെങ്കിലും? അല്ല, ഞാൻ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. നേരത്തെ ആഴ്ചയിൽ ഒരു തവണ വ്യക്തത വരുത്തിയാലും വീണ്ടും വരുന്നത്. അപ്പോൾ പലരും ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ സർക്കാർ തൽക്കാലം അങ്ങനെ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോഴും വീണ്ടും ഈ ചോദ്യം വരുന്നതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു പ്രബലമായി ഒരാവശ്യമായിട്ട് ഇത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, മദ്യനിരോധനം അല്ല മിനിസ്റ്റർ, ഇപ്പം മദ്യവർജനമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത് മദ്യപാനം കൂട്ടാനിടയാക്കുന്ന ഒരു തീരുമാനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം അതിലേറെ കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ ഇതിനെ ദുരുപയോഗം കൂടി ചെയ്യില്ല, അങ്ങനെയും കൂടെ ഒരു കാര്യമില്ല ഇതിൽ? അല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലല്ലോ. സർക്കാർ എടുത്തിട്ടേ ഇല്ല. ഓക്കെ, വ്യക്തമാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞങ്ങൾ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ തെരുവുനായ ശല്യം, ഇപ്പോൾ ഇന്നലെ പോലും നാദാപുരത്ത് നിരവധി പേർക്ക് കടിയേറ്റിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നിയമം മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ മിനിസ്റ്ററെ? ഒരു ശാശ്വതമായൊരു പരിഹാരം വേണ്ടേ തെരുവുനായ ശല്യത്തിന്? പരിഹാരം ഇതുവരെ ആരും നിർദ്ദേശിച്ചിട്ടില്ലല്ലോ. എന്താ നിർദ്ദേശിക്കാത്തത്? സംസ്ഥാന കെട്ടിയിടുകയും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നാൽ പോരല്ലോ, എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരി, എന്താ ചെയ്യേണ്ടത് പറയൂ. എന്താ നിർദ്ദേശം? ഈ പറഞ്ഞ ആർക്കെങ്കിലും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ നിയമപരവും കൂടുതൽ മെച്ചപ്പെട്ടതുമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് അധികം വൈകാതെ എത്തും. അപ്പോൾ ചിലപ്പോൾ ഒരു കോലാഹലം ചിലരുണ്ടാക്കിയെന്ന് വന്നേക്കാം. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർ ഈ തെരുവ് പട്ടിയോടൊപ്പം സർക്കാരിനെ കടിക്കാൻ ഓടുകയും കടിയേൽക്കുന്ന ആളുകളോടൊപ്പം കരയുകയും ചെയ്യുന്ന സമീപനം ചില മാധ്യമങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പറയില്ലേ, ഈ ഇരയോടൊപ്പം കരയുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ തെരുവ് പട്ടിയോടൊപ്പം സർക്കാരിനെ കടിക്കാൻ, ഇത് സർക്കാരിനെതിരെ ഒരു ആയുധമാക്കാൻ വേണ്ടിയിട്ട് പട്ടിക്കൊപ്പം മത്സരിച്ച് ഓടി വരുന്നവർ ചില മാധ്യമങ്ങളുണ്ട്. അവർ തന്നെ അപ്പുറത്ത് മാറി നിന്ന് കടിയേൽക്കുന്ന
ഇരകൾക്ക് വേണ്ടി കരയുകയും ചെയ്യും. അപ്പോൾ അത്തരം ഇരട്ടത്താപ്പ് ഇനി നമുക്ക് ചിലപ്പോൾ കാണാം. ഇതിലൊരു പരിഹാരത്തിലേക്കുള്ള ശക്തമായ ചില നടപടികളിലേക്ക് സർക്കാർ കടക്കും. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ ഏൽപ്പിച്ചാൽ 20 രൂപ തിരികെ കിട്ടുമെന്ന പ്രഖ്യാപനം അതെന്നാണ് നടപ്പാവുക? സെപ്റ്റംബറിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ അത് നടപ്പാവും. തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് പൈലറ്റ് ചെയ്യുന്നത്. ജനുവരി മുതൽ അത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കും. അതിന് നല്ല പ്രചരണം നിങ്ങളെല്ലാം കൂടി കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായും. മിനിസ്റ്റർ, അപ്പം ഒരുപാട് സന്തോഷം. നോക്കപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ശുചിത്വത്തെക്കുറിച്ച് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കാൻ നിങ്ങളൊരവസരം ഉണ്ടാക്കിയതിൽ അതിയായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം പലരും വേണ്ടത്ര വിവാദം ഉണ്ടാകുമ്പോൾ മാത്രമേ താല്പര്യമുള്ളൂ. ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ എല്ലാവരും വലിയ പ്രാധാന്യം കൊടുത്തു. അതിനുശേഷം ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. അതിന് ഒരവസരം നിങ്ങൾ തന്നു എന്നതിൽ അതിയായ സന്തോഷം.